ഓം രാമായണത്തിൻ്റെ കീർത്തിസ്തംഭങ്ങൾ ഭാഗം 5. പ്രേമസ്വരൂപരെ, പുണ്യാത്മാക്കളെ, ഇന്ന് നമ്മളുടെ മനന വിഷയം ശ്രീരാമാദികളുടെ പരമധാമപ്രാപ്തി എന്നതാണ്. ധാർമ്മിക മനോവൃത്തിയാൽ സ്പന്ദിതവും പൂർണ്ണാശ്രമ വ്യവസ്ഥയാൽ അനുശാസിതവുമായ രാമരാജ്യത്തിൽ ഉത്തമമായ ഭരണം നടന്നു വരുന്നു. വളരെ കാലം രാമാദികൾ ജീവിച്ചു. രാഷ്ട്രസേവനം, ധർമ്മസേവനം നടത്തി. പ്രജകളെ അങ്ങേയറ്റം സ്നേഹിച്ചു, പരിപാലിച്ചു. പുത്രന്മാരെ രാജ്യകാര്യങ്ങൾ ഏൽപ്പിച്ച് സ്വജീവിതത്തെ വാനപ്രസ്ഥമായി കണക്കാക്കി ആത്മീയ ജീവിതം നയിക്കുമ്പോഴും പരമാർത്ഥപ്രദമായ ജീവിതത്തിലൂടെ മനുഷ്യജന്മം അന്വർത്ഥമാക്കിക്കൊണ്ട് നശ്വരതയിൽ നിന്ന് അനശ്വരതയാകുന്ന മോക്ഷപ്രാപ്തിക്ക് അവർ തയ്യാറാകുകയായിരുന്നു. ആ കാലയളവിൽ ഒരു ദിവസം ധർമ്മരാജാവ് താപസവേഷത്തിൽ അരമനയിലെത്തി. ഭഗവാൻ രാമചന്ദ്രനോട് ഇപ്രകാരം നിർദ്ദേശിച്ചു: രഹസ്യമായ ചില കാര്യങ്ങൾ സംസാരിക്കാനുണ്ട്. സംസാരിക്കുമ്പോൾ ആരും അകത്ത് കടന്നു വരരുത്. അകത്ത് പ്രവേശിക്കുന്നവരാരായാലും വധശിക്ഷാർഹരാകണം എന്ന് അങ്ങ് സത്യം ചെയ്യണം. സത്യം ചെയ്യേണ്ട ആവശ്യമെന്തെന്നുള്ള ചിന്ത മാനസത്തിൽ ഉദിച്ചെങ്കിലും ധർമ്മരാജൻ്റെ ആജ്ഞയെ പാലിക്കുകയാണ് ചെയ്തത്. ഉടൻ ലക്ഷ്മണനോട് പറഞ്ഞു: മുനിവര്യനോട് സംസാരിക്കാനുള്ള അനവധി രഹസ്യകാര്യങ്ങളുണ്ട്. അതിനാൽ ആരെയും അകത്ത് കടക്കുവാൻ അനുവദിക്കരുത് എന്ന മുനിയുടെ നിർദ്ദേശം ലക്ഷ്മണനെ ധരിപ്പിച്ച് കവാടത്തിൽ കാവല് നിർത്തി ലക്ഷ്മണകുമാരനെ. താൻ മുനിവര്യനല്ല, യമധർമ്മനാണ്. അങ്ങ് അനേക ക്ലേശങ്ങൾ ധീരതയോട് സഹിച്ച് ജ്ഞാനം, ഭക്തി, പ്രേമം, കർമ്മം എന്നീ മാർഗങ്ങളിലൂടെ ധർമ്മരക്ഷ ചെയ്തു. ഉത്തമമായ മാർഗത്തിൽ രാഷ്ട്രഭരണം നടത്തി, പ്രജാരക്ഷ നടത്തി. ഇപ്പോൾ നിസ്സംഗനായ ദിനങ്ങൾ നീക്കുകയാണ്. സായുജ്യപ്രാപ്തിക്കുള്ള സമയമായി എന്നറിയിക്കുവാനാണ് ബ്രഹ്മദേവൻ എന്നെ ഇങ്ങോട്ട് അയച്ചിരിക്കുന്നത്. ധർമ്മരാജൻ്റെ ഈ സൂചന ലഭിച്ചതും ശ്രീരാമൻ ശാന്തചിത്തനായി ഇപ്രകാരം പറഞ്ഞു: സീതാദേവിയുടെ അന്തർധാനത്തോടൊപ്പം ഞാനും ലോകജീവിതത്തോട് വിട പറയേണ്ടതായിരുന്നു. പക്ഷേ ജന്മഭൂമിയോടുള്ള കർത്തവ്യങ്ങൾ എന്നെ കർമ്മോത്സുകനാക്കി.
പ്രവർത്തിപ്പിച്ചു. ഇപ്പോൾ ഞങ്ങളുടെ പുത്രന്മാർ രാമരാജ്യത്തെ സംരക്ഷിക്കുന്നു. ഇങ്ങനെ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ ദുർവാസാവ് മഹർഷി ശ്രീരാമനെ ഉടൻ കാണണമെന്ന് ലക്ഷ്മണനോട് ആവശ്യപ്പെട്ടു. ജ്യേഷ്ഠൻ ഒരു താപസശ്രേഷ്ഠനുമായി ഗൗരവമായ കാര്യങ്ങൾ സംസാരിക്കുന്നത് കൊണ്ട് അല്പസമയം കാത്തിരിക്കണമേ എന്നപേക്ഷിച്ചു. പക്ഷേ ദുർവാസാവുണ്ടോ അത് കേൾക്കുന്നത്? ക്ഷിപ്രകോപിയായ ആ മഹർഷി രഘുവംശനാശം എന്ന ശാപഭീഷണിയാണ് പുറപ്പെടുവിച്ചത്. ധർമ്മസങ്കടത്തിനകപ്പെട്ട ലക്ഷ്മണൻ ജ്യേഷ്ഠനാൽ വധിക്കപ്പെടുന്നത് ഭാഗ്യമാണ്. പക്ഷേ രഘുവംശത്തിന് ശാപഭീഷണിയെ ഭയന്ന് സഭാമണ്ഡപത്തിലെ രഹസ്യമുറിയിൽ ചെന്ന് ദുർവാസാവിൻ്റെ ആഗമന കാര്യം ലക്ഷ്മണൻ അറിയിച്ചു. പ്രതിജ്ഞാബദ്ധനായ രാമചന്ദ്രൻ ദുസ്സഹവ്യഥയോടെ തന്നെ ധർമ്മരാജനെ യാത്രയാക്കിയതിന് ശേഷം ദുർവാസാവിനെ എതിരേൽക്കാൻ പുറത്തു വന്നപ്പോൾ അവിടെ ആ മഹർഷി ഉണ്ടായിരുന്നില്ല. ശ്രീരാമൻ്റെ അസഹ്യമായ വ്യഥ മനസ്സിലാക്കിയ ലക്ഷ്മണൻ ജ്യേഷ്ഠൻ്റെ പ്രതിജ്ഞാപാലനത്തിന് വേണ്ടി ഞാൻ ശരീരം വെടിയുന്നതിൽ സന്തോഷിക്കുന്നു എന്നാണ് പ്രതികരിച്ചത്. ജന്മം മുതൽ നാളിതുവരെ എൻ്റെ സന്തത സഹചാരിയും സർവസ്വമായ ലക്ഷ്മണനെ വധിക്കാൻ എൻ്റെ മനസ്സ് സമ്മതിക്കുന്നില്ല. സ്നേഹസമ്പന്നനും ആജ്ഞാനുവർത്തിയുമായ ലക്ഷ്മണനെ വധിക്കുവാൻ ഞാൻ അശക്തനാണ് എന്ന് വസിഷ്ഠ മഹർഷിയെയും ശ്രീരാമചന്ദ്രൻ സങ്കടം അറിയിച്ചു. ലോകാപവാദത്തിൻ്റെ പേരിൽ പതിവ്രതാരത്നമായ സീതയെ അഗ്നിപരീക്ഷണത്തിനും തിരസ്കാരത്തിനും ശപഥത്തിനും വിധേയമാക്കുവാൻ ധൈര്യം കാണിച്ച രാമൻ ഭ്രാതൃസ്നേഹത്തിന് മുമ്പിൽ നിസ്സഹായനായി. അവസാനം മരണത്തിന് തുല്യമാണ് സന്യാസം എന്ന് തീരുമാനിച്ച് ജ്യേഷ്ഠൻ്റെയും ഗുരുവിൻ്റെയും പാദങ്ങളിൽ വീണു ഊർമിളയോടും സഹോദരങ്ങളോടും ജന്മഭൂമിയോടും യാത്ര പറഞ്ഞ് താൻ ജനിച്ചു വളർന്ന അരമനയെയും ഉപേക്ഷിച്ച് ലക്ഷ്മണൻ സരയൂ നദിയെ ലക്ഷ്യമാക്കി നടന്ന് മുന്നോട്ട് പോയി. വധത്തിന് സമാനമാണ് പരിത്യാഗം. അതുകൊണ്ടുള്ള നിത്യസുഖം, ദുഃഖം. അവതാരോദ്ദേശ്യം പൂർത്തിയായി കഴിഞ്ഞല്ലോ. സായുജ്യത്തിന് തയ്യാറായിരിക്കുന്ന ഈ സന്ദർഭത്തിൽ ലക്ഷ്മണവിയോഗം അനിവാര്യമാണ് എന്നായിരുന്നു വസിഷ്ഠൻ്റെ അഭിപ്രായം. ത്യാഗമൂർത്തിയായ ലക്ഷ്മണൻ സരയൂ നദീതീരത്ത് സത്യം എന്ന പരമപ്രകാശത്തിൽ തപശ്ചര്യയിലൂടെ ജീവൻ മുക്തനായി. ഊർമിളയും തപസ്യാവൃത്തി അനുഷ്ഠിച്ചു. ത്യാഗസുരഫലമായ ജീവിതം തനിക്ക് വേണ്ടി നയിച്ച സഹോദരൻ്റെ വിയോഗം
രാമചന്ദ്രനെ ദേഹാതീതമായ ആത്മതത്വത്തിൽ ലയിപ്പിച്ചു. സായുജ്യപ്രാപ്തി മാത്രമാണ് അഭികാമ്യം എന്ന ദൃഢനിശ്ചയത്തിലെത്തി. ഭരതനെ അയോധ്യ ചക്രവർത്തിയാക്കണമെന്ന് അഭിപ്രായം അറിയിച്ചു. എങ്കിലും ഭരതശത്രുഘ്നന്മാർ രാമനോടൊത്ത് അന്ത്യയാത്രയ്ക്കൊരുങ്ങുകയാണുണ്ടായത്. പുത്രന്മാരോട് അവരവർ ഭരിക്കുന്ന രാജ്യത്തിൽ സദ്ഭരണം കാഴ്ചവെച്ച് അയോധ്യയെ പാവനക്ഷേത്രമായി കരുതി രാമരാജ്യത്തിൻ്റെ പ്രശസ്തി നിലനിർത്തണമെന്ന് ഉപദേശിച്ചു. ഭരതൻ ഉറ്റമിത്രങ്ങളായ വിഭീഷണൻ, സുഗ്രീവൻ, ഹനുമാൻ എന്നിവരെയും രാമചന്ദ്ര മഹാരാജാവിൻ്റെ അന്ത്യയാത്രാ വിവരം അറിയിച്ചു. സുഗ്രീവനുടൻ അംഗദനെ കിഷ്കിന്ധ രാജാവാക്കി രാമചന്ദ്രനെ അനുധാവനം ചെയ്യുവാനായി അയോധ്യയിലെത്തി. ഭഗവത് ഭക്തിയും രാമനാമവും പ്രചരിപ്പിക്കുവാനുള്ള സന്ദേശവും അയോധ്യയിലെത്തിയ ജാമ്പവാനും വിഭീഷണനും നൽകി. ബാഷ്പാഞ്ജലിയോടെ നിൽക്കുന്ന ഹനുമാനോട് രാമനാമവും രാമകഥയും ഈ ഭൂമിയിൽ നിൽക്കുന്ന കാലത്തോളം ഹനുമാൻ ചിരഞ്ജീവിയായിരിക്കുമെന്ന് ഒരിക്കൽ കൂടി ആ ഭക്തനെ ഓർമ്മിപ്പിച്ചു, അനുഗ്രഹിച്ചു. രഘുനാഥ കീർത്തനങ്ങൾ അന്തരീക്ഷത്തിൽ അലയടിച്ചു. അടുത്ത സൂര്യോദയത്തിൽ ഗുരുജനങ്ങളുടെയും പൗരമുഖ്യരുടെയും അകമ്പടിയോടെ രാമചന്ദ്രനും ഭരതശത്രുഘ്നന്മാരും ജന്മഭൂമിക്ക് അന്തിമ പ്രണാമം അർപ്പിച്ച് ഭജന കീർത്തനങ്ങളുടെ സരയൂ നദിയുടെ തീരത്തിലേക്ക് യാത്ര ആരംഭിച്ചു. രാമചന്ദ്ര ഭഗവാനെ അനുഗമിച്ച ഭക്തസംഘത്തിൽ സ്ത്രീകളും ഉണ്ടായിരുന്നു. ദശരഥനന്ദനന്മാർ പുണ്യവാഹിനിയായ സരയൂ തടത്തിലെത്തി അതിൻ്റെ ആഴത്തിലേക്കിറങ്ങി അപ്രത്യക്ഷരായി. ശാശ്വതമായ അഭയം തേടി രാമനാമം സർവത്ര മുഴങ്ങി. സൂര്യവംശത്തിൻ്റെ സൂര്യനായി കത്തിജ്വലിച്ച ശ്രീരാമചന്ദ്രൻ്റെ സ്വർഗാരോഹണം അഥവാ അന്ത്യനിമഞ്ജനത്തിൻ്റെ പുനീത സ്മരണകളുമായി ഭക്തജനങ്ങളും ഗുരുജനങ്ങളും അയോധ്യയിലേക്ക് തിരിച്ചു. സീതാരാമാദി സഹോദരങ്ങളുടെ മാതൃകാ ജീവിതം ഭാരതീയർക്ക് ആദർശമാകട്ടെ എന്നുള്ള പ്രാർത്ഥനയോടെയാണ് മഹാത്മജി ഹരേ റാം എന്നുച്ചരിച്ചുകൊണ്ട് സ്വതന്ത്ര ഭാരതീയരോട് എന്നേക്കുമായി യാത്ര ചൊല്ലിയതും. ഭക്ത ഹനുമാൻ രഘുനാമ കീർത്തനങ്ങൾ ചൊല്ലിക്കൊണ്ട് ഭക്തമാനസങ്ങളിൽ രമിച്ചുകൊണ്ടിരിക്കുന്നു എന്ന് ആത്മഹർഷത്തോട് വിശ്വസിക്കുന്ന വിശ്വാസികൾ ഇന്നും ധാരാളമാണ്. ഭാരതത്തിൽ അങ്ങോളം ഇങ്ങോളം ഇന്നും മംഗളാവസരങ്ങളിൽ തുളസീദാസൻ്റെയും വാൽമീകി മഹർഷിയുടെയും രാമായണങ്ങളുടെ സന്ദർഭോചിതമായ വരികൾ പാരായണം ചെയ്യുന്ന ഹൈന്ദവ ഭവനങ്ങൾ എത്രയോ ഉണ്ട്.
രാമായണത്തെ സംബന്ധിച്ചുള്ള പ്രഭാഷണങ്ങൾ, പാരായണങ്ങൾ, കഥാകഥനങ്ങൾ, കീർത്തനങ്ങൾ എന്നിവ ജനമാനസങ്ങളിൽ അത്ഭുതങ്ങൾ സൃഷ്ടിച്ചു വരുന്നു, ശാന്തിയേകുന്നു. അതുപോലെ തന്നെ ഗംഗാ, യമുന നദി പുണ്യനദികളും അവിടവിടങ്ങളിലുള്ള ക്ഷേത്രങ്ങളും ഹൈന്ദവർക്ക് ധാർമ്മികതയുടെയും മാനവതയുടെയും പവിത്ര സ്രോതസ്സുകളായി ഉത്തര ദക്ഷിണ സാംസ്കാരിക സംഗമത്തിൻ്റെ വേദികളായി ഇന്നും വർത്തിക്കുന്നു. പുണ്യം പാപഹരം സദാശിവകരം വിജ്ഞാനഭക്തിപ്രദം മായാമോഹമലാപഹരം സുവിമലം പ്രേമാംബപൂരം ശുഭം. പുണ്യരൂപവും പാപഹരവും മംഗളപ്രദവും വിജ്ഞാനഭക്തിദായകവും മായാമോഹമാലിന്യാദികളെ നശിപ്പിച്ച് പരമപാവനവുമായ പ്രേമജലത്താൽ പരിപൂർണവും മംഗളസ്വരൂപവുമായ രാമനാമ ആകുന്ന തടാകത്തിൽ മുങ്ങിപ്പൊങ്ങുന്നവർക്ക് ലോകജീവിത ദുഃഖങ്ങളാകുന്ന പ്രചണ്ഡ സൂര്യകിരണങ്ങളുടെ കൊടും താപത്തിൽ നിന്ന് രക്ഷ നേടാൻ കഴിയുന്നു എന്ന് ഭക്തകവി ഗോസ്വാമി തുളസിദാസ് വിശ്വസിക്കുകയും പാടിപ്പുകഴ്ത്തുകയും ഉദ്ബോധിപ്പിക്കുകയും ചെയ്യുന്നു. ആത്മഭാവങ്ങളെ, ഇന്നത്തെ സത്സംഗം ഇവിടെ ഉപസംഹരിക്കാം. സ്വസ്തി, ശുഭം.